ഭയത്തിൻ്റെ പിശാചി കയറി കൂടിയവരുണ്ട്. എല്ലാത്തിനും ഭയം. മുട്ടുകേട്ട ഭയം, ശബ്ദം കേട്ടാൽ ഭയം, ഇടിമിന്നലിന് ഭയം, മഴ പെയ്താൽ ഭയം, മഴ പെയ്തില്ലെങ്കിൽ ഭയം. എല്ലാം ഭയമാണ്. കുളിക്കാൻ ഭയം, വെള്ളത്തിലിറങ്ങാൻ ഭയം, പാലത്തിൽ കയറാൻ ഭയം, മരത്തിൽ കയറാൻ ഭയം. ഇങ്ങനെ 100 ഭയങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. എവിടെയെങ്കിലും പണ്ട് ഭയപ്പെട്ടവരായിരിക്കാം. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഭയമുണ്ടാകാം. വെള്ളത്തിലിറങ്ങി താഴെ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പായലിങ്ങനെ ഒഴുകി വന്നു, അവൻ അത് പിടിച്ചങ്ങ് മാറ്റി. അപ്പോഴാണ് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഭയപ്പെട്ട് പിന്നെ വെള്ളത്തിലിറങ്ങില്ല. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ഡീസെൻസിറ്റൈസേഷൻ, ഇംപ്ലോസീവ് തെറപ്പി ഇങ്ങനെയുള്ളത് കൊണ്ട് വന്നു. പിന്നെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കൊടുങ്കാറ്റിനെ ഭയപ്പെട്ട ശിഷ്യന്മാരോട് യേശു പറഞ്ഞതുപോലെ യേശുവിൽ ആശ്രയിക്കുക, അപ്പോൾ നിങ്ങളുടെ ഭയങ്ങളെല്ലാം മാറിക്കിട്ടും. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവിധ ഭയങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. അതിൻ്റെ അസ്വസ്ഥതകളിൽ നിന്ന് മോചിപ്പിക്കട്ടെ. ഭയത്തിൽ നിന്നുണ്ടായിട്ടുള്ള മുൻകാല ഭയങ്ങൾ, ഉപബോധ മനസ്സിലുള്ള ഭയത്തിൻ്റെ ചിന്തകൾ, അനുഭവങ്ങൾ കർത്താവ് നിന്നിൽ നിന്ന് മാറ്റി തരട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.